ആ ദർശന ദർശന എന്തൊക്കെയുണ്ട് വിശേഷം ദർശന? വിശേഷമൊന്നുമില്ല. ദർശനയ്ക്ക് ഇപ്പം കറന്റ് ജോലി വല്ലതും? ജോലിയൊന്നുമില്ല. എന്തുവരെ പഠിച്ചു ദർശന? ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചില്ല. അപ്പൊ വിവരമില്ല. ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചിട്ടില്ല, വിവരമില്ല. എന്തൊക്കെയാണ് ഡെയിലി കുറച്ചുകൂടെ അടുത്ത് നിൽക്കോ? കുറച്ചുകൂടെ അടുത്ത് നിൽക്കോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. പോലീസുകാരൻ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ചന്ദ്ര ഞാനല്ലേ ഇവിടെ ചോദിക്കട്ടെ? ചന്ദ്ര പോലീസുക്കെല്ലാം പഠിച്ചിരിക്കാൻഡ്രാ മാറി സംസാരിച്ച പ്രശ്നം അങ്ങനെ തലക്കടിക്കുമ്പോ രാവിലെ എണ്ണിക്കുമ്പോ തൊട്ട് കിടക്കുന്നവർ എന്താണ് ദർശനോട് ഒരു റുട്ടീൻ എന്താണ്? ചന്ദ്ര ഇവൻ എന്തൊരു ഓവർ ടോക്കിംഗ് ആണ്. നീ ആരാണോ ചന്ദ്ര? അവൻ എല്ലാത്തിലും തലയിടണം. അവന്റെ പെണ്ണുമ്പോഴുടെ കാര്യം ഒഴിച്ച്. ദർശന വാസു അവിടെ ചാരിയിരിക്കുന്നതാണ് അവൻ ചാരിക്കുന്നത്. ദർശന പറയൂ ദർശന, എന്താണ് രാവിലെ എണ്ണിക്കുന്ന മുതൽ കിടക്കുന്നത്? രാവിലെ എണീറ്റ് നമ്മളെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാന് മുതുക്കില് വരും. ആരുടെയും ജോബ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ജോബ് കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല. പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. ആളാണ് എനിക്ക് പൈസയൊക്കെ തരുന്നത്. കഴിഞ്ഞ ദിവസം ആള് മരിച്ചുപോയി. ഞാൻ വേറെ കൊണ്ട് പറഞ്ഞതല്ല. എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ 2 ദിവസമായി. 2 ദിവസമായി. അപ്പൊ കുഴപ്പമില്ല. അപ്പം ദർശന ഈ ചുമ്മാ ഈ തിന്ന ഉറങ്ങുക മറ്റേ പരിപാടി ചെയ്യുക, തിന്ന ഉറങ്ങുക മറ്റേ കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് ജീവിതം. അല്ല, ജോബ് അന്വേഷിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. ദർശന എനിക്കൊരു ഇമ്പോർട്ടന്റ് സാധനം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ദർശനയും വാസുവും തമ്മിലുള്ള ബന്ധം ഒരു 2 വരിയിൽ പറയുക. 2 വരി, ആരും മിണ്ടരുത്. 2 വരിയിൽ ദർശനയും വാസുവും തമ്മിലുള്ള ഒരു ബന്ധം പറയുക. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സ് മാത്രം, വേറൊന്നുമില്ല. അമ്മാവൻ കോമഡി ആയിട്ട് ഇറങ്ങി ഫേസ്ബുക്കിൽ ജീവിക്കുന്ന അച്ചി. ചന്ദ്ര, നിന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ മാറിയോ? അപ്പൊ ദർശന, ഇത് ഈ വിവരമില്ലായ്മ ഈ പഠിത്തമില്ലായ്മ വണ്ടി എടുത്ത് ഓരോത്തോമാര് ഈ വിവരമില്ലാത്ത ഒരാളെ പിടിച്ച് പി ആയിട്ട് വെക്കാൻ നമുക്ക് കുറെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? കണക്കറിയാവോ? കണക്കറിയാവോ? കണക്ക് 2, 5 എത്ര? 7, 16 എത്ര? അത് കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് 7ഉം 16ഉം പോലും കൂട്ടാൻ അറിയാത്ത ആളാണ് നമ്മുടെ കോടിക്കണക്കിന് വരെ റവന്യൂ വരുന്ന അണ്ടി ബിസിനസ് നോക്കാം. എനിക്ക് അണ്ടി ഫാക്ടറിയിലേക്ക് ഒരു പി എ വേണ്ട ജോക്കി. ജോക്കിയുടെ കാര്യങ്ങളല്ല, ഫൈനൽ അക്കൗണ്ട്സ് എന്റെ ത്രൂ ആണല്ലോ പോകുന്നത്. അപ്പൊ എനിക്ക് ഡബിൾ ചെക്ക് ചെയ്യണ്ടേ? ഇല്ല, അത് ഞാൻ ഫുള്ളി നമുക്ക് നല്ല നമ്മുടെ സി എസ് ഒക്കെ ബെസ്റ്റ് ആണ് ആക്ച്വലി. നമ്മളത് ഫൈനലി ജോലിക്ക് അങ്ങനെ എനിക്ക് ഡബിൾ ചെക്ക് ചെയ്യണം. അത് ഫുള്ളി ബാലൻസ് ഷീറ്റ് ആയിട്ടാണല്ലോ. ഈ ലീഡർ ആയിരിക്കുന്ന സമയത്താണല്ലോ ഈ മുളഞ്ഞ തോക്കും കൊണ്ട് പോയത് ஜோக்கி. பட் ஆனா நம்ம ஃபேமிலிக்கு ஒரு 10 பில்லர் வேண்டாம்ல. நம்ம பசங்களே எல்லாத்தையும் கண்டுக்கும்ல. അതല്ല, മാത്രമല്ല, എനിക്കായിട്ട് കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പം കുട്ടി ദർശന, അപ്പൊ ദർശനക്ക് കൂട്ടാലോ. നമ്മൾ ആരും മണിക്കണക്കിന് കൂട്ടിയിട്ടല്ലേ ബിസിനസ് ഒക്കെ ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഗ്യാങ് സ്ലോട്ട് വേണോ? അത് പിന്നെ മിണ്ടാതിരിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ് ഡാമിലെ വെള്ളത്തിൽ ആയിരിക്കും ഇനി.
വാസു ആ ഹലോ. കൊച്ചിനെ CD ഇടാനും CD റൈറ്റ് ചെയ്യാനും അറിയാം. ഓ വാവ്, നൈസ് 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 നൈസ്. ഏതൊക്കെ DVD ചെയ്യാൻ അറിയാമോ? DVD ബേൺ ചെയ്യാൻ അറിയാവോ? DVD നമ്മളിപ്പോ ഒരു സാധനം തരുവാണ്, അത് DVD റൈറ്റ് ചെയ്യാൻ അറിയാവോ? ഓ, DVD മുറത്ത് പേനയും കൊണ്ട് എഴുതുന്ന കാര്യമല്ല, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഫയൽ റൈറ്റ് ചെയ്ത് DVD-ക്കകത്താക്കുന്ന പ്രക്രിയ അറിയാം. CD അറിയാം, DVD അറിയാം. ഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പണ്ടത്തെ ന്യൂറോ ഒക്കെ ഓർമ്മയുണ്ട്? ന്യൂറോ അങ്ങനത്തെ അല്ലായിരുന്നു സോഫ്റ്റ്വെയറിന്റെ പേര്? ഒരു തീയുടെ ഐക്കണൊക്കെ ഉള്ള സിസ്റ്റം ഓൺ ആക്കണം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ പേരെന്തായിരുന്നു? ന്യൂറോയോ ന്യൂറോയോ എന്തോ? ഡേറ്റയൊക്കെ ചെക്ക് ചെയ്യണം. അതൊക്കെ ഒരു കാലമല്ലേ? പെൻഡ്രൈവിലോട്ട് എന്തെങ്കിലും മാറ്റെടുക്കുക, അത് മാറ്റുക. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും മാറ്റം മാറ്റുക, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. കുട്ടിക്ക് ഏകദേശം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട്, പരിജ്ഞാനം ഉണ്ട്. കോച്ച് എന്തെങ്കിലും ചോദിക്കണ്ടോ? കോച്ച് കോച്ച് എന്തേലും ഒക്കെ ഒന്ന് ചോദിക്കൂ കോച്ച്. നിങ്ങള് മില്ലറ്റ് മോഹനൻ ഫ്രം കാട്ടാക്കട. വാസു പറ ജോക്കി. do you have anything to ask? നിന്റെ ഒരു പരിജ്ഞാനം വെച്ചിട്ട് എന്തേലും ഒക്കെ ഒന്ന് ചോദിക്കണം. കുട്ടിയുടെ അവൈലബിലിറ്റി 24 hours. ഹലോ 24 hours. ഇതാണ് ഞാൻ ആഗ്രഹിച്ചോളൂ. ഇതേ ഞാൻ ആഗ്രഹിച്ചോളൂ. 24 മണിക്കൂർ അവൈലബിൾ ആണ്. ഇടയ്ക്കൊന്ന് ഉറങ്ങണം കേട്ടോ. ഉറങ്ങിക്കോ, ഒരു 4-5 മണിക്കൂർ ഉറങ്ങിക്കോ. 24 hours അവൈലബിലിറ്റി എന്നൊക്കെ പറയണത് കുറച്ച് ഇതാണ് കേട്ടോ. ലൈക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് വർക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അപ്പൊ വേറെ പേഴ്സണൽ ടൈം ഒന്നും വേണ്ടേ? അല്ല, ഞാൻ ദർശന വാസു ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉറങ്ങാൻ മാത്രം ടൈം മതി, ബാക്കി വേറെ ഒന്നും വേണ്ട. ഇപ്പൊ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് മറ്റേ എന്റെ ഒരു POV-ലാണ്, മനസ്സിലായി? അങ്ങനെ വിചാരിച്ചാൽ മതി. കുറച്ച് റൂഡായിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ആ സെൻസിലങ്ങ് എടുക്കുക. വാസു യു കണ്ടിന്യൂ മെൻ. അപ്പൊ വേറെ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും വേറെ ടൈം വേണ്ട? അത് ഇടയ്ക്ക് ലീവ് തന്നാ മതി. ഓഫ് കോഴ്സ് അത് ലീവ് കാണുമല്ലോ. അപ്പൊ കുട്ടിക്ക് ഫാമിലി അങ്ങനെ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും സിംഗിൾ ആണോ ബൈ ദ വേ? ഞാൻ സിംഗിൾ ആണ്. ഓ ഓക്കെ 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 ഓക്കെ. അതായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 23. കുട്ടിയുടെ മനസ്സിൽ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായം ഏതാണ്? എനിക്ക് ഇപ്പൊ ഒരു അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. ഒരു കാര്യം ചെയ്തിട്ട് ഇത് മാട്രിമോണി അല്ല ഞാൻ നടത്തുന്നത്. അല്ല ജോക്കി, ഇതൊക്കെ ചോദിച്ചിരിക്കണം. കാരണം നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോ കല്യാണം പ്രസവം എന്നൊക്കെ പറഞ്ഞ് പോയിക്കളഞ്ഞ് എന്ത് ചെയ്യും? പണ്ട് കൺമണി പോയ കണക്ക്. അതെ, ഞാൻ തന്നെ ഇപ്പൊ സിംഗിൾ അല്ലേ, എനിക്കറിയാം ക്രഷ് അടിച്ച്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഉസ്മാൻ സംസാരിച്ചായിരുന്നു കേട്ടോ. ഉസ്മാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ഒരു സെക്കൻഡ് മന്ദാരം പറ. ഹലോ അണ്ണാ, തിരക്കിലാണോ? ഞാൻ ജോക്കിയോടായിരുന്നു. ആണല്ലേ, എന്റെ ഗേൾ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നാൽ എല്ലാം മൂഞ്ചിത്തെറ്റി അത് ഓക്കെ ഓക്കെ. നാളെയാവാം, നാളെ മറ്റന്നാളാകാം, ഒരു കുഴപ്പമില്ല. ഇന്ന് സീനാടാ മോനെ, ഇന്ന് നോക്കിയും കണ്ടും ഡീല് ചെയ് കാര്യങ്ങൾ. അണ്ണു കണ്ടാൽ അണ്ടി പോകും, അത് മനസ്സിൽ ഓർമ്മ വേണം എന്നും. ഓക്കെ അണ്ണ. ശരി, എടാ അല്ല, അത് ഞാൻ പിന്നെ പറയാം. ഉസ്മാന്റെ ഒരു കുറെ പരിപാടികളുണ്ട്, പിന്നെ പറയാം. വാസു യു കണ്ടിന്യൂ മാൻ, യു കണ്ടിന്യൂ. അപ്പൊ ഈ എന്നാലും ഇത് ഇങ്ങനെ പ്ലാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു വന്ന പല ആൾക്കാരും നമ്മുടെ കൂടെ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ സാലറിയുടെ ജോലിയായിരിക്കും. 2-3 മാസം സാലറി കിട്ടുമ്പോൾ തന്നെ സെറ്റിലായി എന്ന് പറഞ്ഞ് കല്യാണം നടത്താനും കളവാണം നടത്താനും ഒക്കെ ആൾക്കാർ പലയിടത്തും പോയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ PS സൈഡിൽ നിന്ന് പല സൈഡിലും സംസാരിക്കട്ടെ ജോക്കി. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കാം. എനിക്ക് ചന്ദ്ര ലെറ്റ് ഹിം സ്പീക്ക്. ഞാൻ പോലും ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? വാസു പെണങ്ങല്ലേ നീ? ഭയങ്കര മെസ്സടി എനിക്ക് പറ്റുന്നില്ല ജോക്കി ഈ മെസ്സടി കേട്ടിരിക്കാൻ. ദർശനക്ക് ഒരു കാര്യം അറിയോ? പണ്ട് നമ്മുടെ ഒരു PO ഉണ്ടായിരുന്നു കേട്ടോ, അണ്ടി ഫാക്ടറിയിൽ വാസുവിന്. പേരെന്തായിരുന്നു? അമ്മിണിയോ? അല്ല, അമ്മിണിയല്ല, കൺമണി. കൺമണി വാസുവിനെ വിളിച്ചോണ്ടിരുന്ന എന്താ അറിയോ? നാലോയ്ക്ക് എന്തോ ആയിരിക്കും. പിന്നെ വാസൂട്ടി
വാസു വാസൂട്ടി. அவ கொஞ்சம் வயசு ரொம்ப வயசு அதனால ഇതൊക്കെ പഴയകാല ഓർമ്മകളാണേ. ചന്ദ്രൻ മിണ്ടത്തില്ല. വാസു ചോദിച്ചു, ബാക്കി ഇവിടെ ചോദിച്ചു. നീ തളരില്ലേ? ചോദിച്ചു. ആ അവൻ ഇനി വാ തുറക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം ജോഗി. ആ ഉറപ്പ്. ചന്ദ്ര സംസാരിക്കില്ലേ ചന്ദ്ര? ആ എനിക്ക് 2 months സാലറി വേണ്ട. ഞാൻ സാലറി ഇല്ലാതെ പണിയെടുത്തോളാം. ഓ എന്നിട്ട് നാളെ നമ്മുടെ ഇല്ല പൈസ ഇല്ലാതൊന്നും ഇവിടെ ആരും പണിയെടുക്കണ്ട. കാരണം പൈസ ഇല്ലാതെ പണിയെടുത്ത ആൾക്കാരൊക്കെ നാളെ അവിടെ പോയിട്ട് ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് അവർക്ക് വേണ്ടി ഞാൻ നിന്നു എന്നൊക്കെ പറഞ്ഞ് കോടതി കയറാനൊന്നും നമുക്ക് താല്പര്യമില്ല. ചെയ്യുന്ന ജോലിക്ക് പൈസ തരും. സാലറി സ്റ്റാർട്ടിംഗ് സാലറി കുറച്ച് തന്നാ മതി. ആ ഇല്ല നമ്മൾ സാലറിയുടെ കാര്യമല്ല ഞാൻ പറയണത് അതല്ല. ഇവിടെ അങ്ങനെ പൈസ കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് സെറ്റിൽ ആയി പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കുട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ എത്ര വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം എന്നാണ് കുട്ടിക്ക് ആഗ്രഹം? ഇപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല. ഐഡിയ ഇല്ല. നല്ലൊരാള് വരണ്ടേ? നമ്മള് ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളോട് വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ നിക്കുന്ന കണ്ടോ, ഈ ടീഷർട്ട് നിക്കുന്നൊരുത്തനെ കണ്ടോ? പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കത്തില്ല. സത്യം. ഫോൺ ഞാനൊന്ന് പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ ചോദിച്ചപ്പോ നമ്മൾ ആദ്യം ഒന്ന് വെമ്പുവല്ലോ ഫോൺ തരാൻ വേണ്ടിട്ട്. ഒരനക്കവും ഇല്ല. ഇപ്പൊ ചന്ദ്ര അങ്ങോട്ടൊന്ന് മാറ്റി തരാം പ്ലീസ് പ്ലീസ് പ്ലീസ്. കോച്ച് തരൂ. ഇപ്പൊ ചോദിച്ചാ ഇപ്പോഴും തരും. അല്ല ദർശനക്ക് എന്തായാലും ഇതുപോലത്തെ ഒരു തങ്കപ്പെട്ട ഒരുത്തനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇതുപോലൊരു പയ്യൻ അവന്റെ മുഖം നോക്ക്, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലെ. ഞാനിപ്പോ നിൽക്കുവാണെങ്കിൽ ദർശനയുടെ കാലയായിരിക്കും നോക്കുന്നവനിപ്പം. കണ്ടാ ഫോൺ എടുക്കുന്ന എന്തിനാണെന്നറിയാവോ? മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് അല്ലേ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നേ. ഒരിടത്താണെങ്കിൽ അണ്ടിയാണെങ്കിൽ വേറൊരിടത്ത് കമ്പിയാണെങ്കിൽ വേറൊരിടത്ത് പാലം പണിയാണെങ്കിൽ ഗ്യാങ്ങിന്റെ പണി, ബുള്ളറ്റ്, ഉണ്ട. മനസ്സിലായോ? ഇങ്ങനത്തെ പല 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 പരിപാടികളാണ്. അപ്പം നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മള് ദർശനയ്ക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു വാസുവിനെ പോലൊരു പയ്യൻ. കല്യാണം ആലോചിക്കാൻ കൊണ്ടുവന്നില്ല വാസു. ബാക്കി അപ്പൊ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാല് ഈ സാലറി കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒന്നും പിന്നീട് ഒരു കണക്കും കാര്യങ്ങളും ഒന്നും പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തറവാട്ടിൽ പറഞ്ഞവരാ. മനസ്സിലായോ? ഏതാ തറവാടിന്റെ പേരുന്നാണ്? കണ്ടിന്യൂ ജോക്കി. നമ്മുടെ തറവാടിന്റെ പേര് കോയിപ്പുറത്തുനിന്നാണ്. അത് ജോക്കിയുടെ തറവാട് പേര് അവിടെ അതാണ്, കോയിപ്പുറത്ത്. അല്ല നമ്മുടെ തറവാട് മൊത്തത്തിൽ നമ്മുടെ റൂട്ട്സ് എല്ലാം കോഴിപ്പുറം അല്ല. എന്റെ പൊന്ന് പെണ്ണുമ്പിള്ളേ, കോഴിപ്പുറം അല്ല, കോയിപ്പുറം. അതെ. അപ്പം ഞാൻ അവിടെ ജോലിക്ക് വരുവാണെങ്കിൽ ഞാനും ബോസൂട്ടിന്ന് വിളിക്കേണ്ടി വരുമായിരിക്കും അല്ലേ? വാസുവിൽ നിന്ന് വിളിക്കണ്ട. എന്റെ പി എ ആയിട്ടല്ലേ വരുന്നേ. കൺമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുവിന്റെ പി എ ആയിരുന്നു ആക്ച്വലി. കണക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ചന്ദ്രൻ എന്ന് പറയുന്നുണ്ടല്ലോ, പലപ്പോഴും ദർശനെയും വാസുവിനെയും കുറിച്ചിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ചെറുക്കൻ അങ്ങനെ ഒരിക്കലും ഒന്നിനും പോകുന്നില്ല. ഇതുപോലെ ഒരു തങ്കം പിടിച്ചൊരു ചെറുക്കനെ ലോകത്ത് കിട്ടത്തില്ല. പിന്നെ ദർശനയ്ക്ക് എന്നേലും ഒരു താല്പര്യം, ദർശനയ്ക്ക് താല്പര്യം കൊണ്ട് കാര്യമില്ല. നമ്മുടെ പയ്യനെ നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബിസിനസ് ആണ് അവന്റെ ജീവിതം. അല്ലേ വാസു? ബിസിനസ് ആണ് അവന്റെ ജീവിതം. ബിസിനസ്സും ഗ്യാങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് അവന്റെ എല്ലാം. ഈ മൾട്ടിപ്പിൾ ബിസിനസ്സസ് ലീഡ് ചെയ്യുന്ന അപ്പൊ വാസു ഈ കുട്ടി എങ്ങനെയുണ്ട്? ജോഗി ഇത് എന്റെ ചോയ്സ് അല്ല ജോഗി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഇങ്ങനത്തെ എനിക്ക് സത്യം പറഞ്ഞ ഈ പി എ എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് താല്പര്യമില്ല ജോഗി. കാരണം നമ്മൾ എന്നൊക്കെ പി എകളെ വെച്ചിട്ടുണ്ടോ ആ പി എകളൊക്കെ നമുക്ക് തലയ്ക്ക് വിനയായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒരുത്തി തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറിക്കകത്ത് 2 പിള്ളേരൊക്കെ കയറ്റി വന്ന് ഓർമ്മയുണ്ടോ ജോഗിക്ക്? അതുപോലെ ഒരു നാണക്കേട് നമുക്ക് ഈ ചന്ദ്രന്റെ കല്യാണത്തിന് പോയതുപോലത്തെ സെയിം നാണക്കേട് അന്നാണ് സംഭവിക്കണത്. മനസ്സിലായോ? അത് നമുക്ക് നോക്കാം. എന്തായാലും ഞാനൊരു ദിവസം ജോണി മാമനും ഞാനും നീയും കൂടിരുന്നിട്ട് നമുക്ക് ഈ മഹാമേള കണക്ക് ഒരു സംഭവം വെക്കാം. എന്റെ പി എ ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പ്. മനസ്സിലായോ?
ജോക്കി ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് റൂഡായിട്ട് തോന്നണ്ട ജോക്കിക്ക്. ഇത് ഇന്റർവ്യൂവിന് വന്ന ആളുടെ അടുത്തും ദർശനയുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് ഞാൻ റൂഡാണെന്ന് വിചാരിക്കണ്ട. ജോക്കി, സിറ്റിയിൽ നമ്മൾ മൾട്ടിപ്പിൾ ടാലൻസ് ഉണ്ട്, നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ അതെ അതെ അതെ, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ കുട്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടി വീട്ടിൽ കൊണ്ടുവരുത്ത്. എനിക്ക് ഒന്നുകൂടെ അനുഗ്രഹം വേണം. ഈ അനുഗ്രഹം വായിക്കാൻ ഞാൻ വായിലാക്കുന്നില്ല അപ്പനൊന്നും അല്ല. 24 മണിക്കൂർ ഇങ്ങനെ കാല് വിട്ടു പോഴേ. അല്ല, എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല. 24 മണിക്കൂർ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുന്നു തോന്നിയത്. തൊട്ടില്ലല്ലോ, എനിക്കറിയാം അണ്ണന് ഗേൾസിനെ ഇഷ്ടമല്ല. ഞാൻ നിലത്താണ് തൊട്ട് മനസ്സിൽ അണ്ണന്റെ കാലത്തോട്. കുട്ടിയുടെ നമ്പർ ഉണ്ട്, ഞാൻ ചന്ദ്രൻ എവിടെ? കീഴെ പോയിട്ടാ. ചന്ദ്രൻ പോയോടാ? ഇല്ല കീഴെ പോയി വെയിറ്റിംഗ്. ഓക്കെ ഓക്കെ, ദർശന ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ദർശന ഞാൻ പറയാം കേട്ടോ. വാസു ഇങ്ങോട്ടൊന്ന് വന്നു, വാസു ഇങ്ങോട്ടൊന്ന് വന്നു. എടാ, എനിക്ക് നിന്നെ കുറിച്ച് എന്ത് അഭിമാനമാണെന്നറിയാവോ? നീ ആ പെണ്ണിന്റെ അടുത്ത് കാര്യം ഡീൽ ചെയ്ത ഡീലിങ് നീ എങ്ങനെ സാധിക്കുന്നടാ ഇതൊക്കെ നിന്നെ കൊണ്ട്? ഇത്രയേറെ ഗ്യാങ്ങുകളെ നോക്കുന്നു, ഇത്രയേറെ ബിസിനസ്സുകൾ നോക്കുന്നു, എന്നിട്ട് ഡീൽ ചെയ്യേക്കാം. എടാ, സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഗ്യാങ്ങിന് ലീഡർ എന്ന് പറയാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. പലരും പലതും പറയും, പക്ഷെ ഞാൻ നിന്നെ സംശയിക്കൂല. മനസ്സിലായോ? എടാ, ഇത് എന്താടാ, ഒരു പെണ്ണ് എന്നിട്ട് മോത്ത് പോലെ നീ നോക്കില്ല. ഞാൻ നിന്റെ കണ്ണുകളിൽ തന്നെ നോക്കുവായിരുന്നു. നീ മോത്ത് പോലെ തല താഴ്ത്തിയിട്ടാണ് നീ സംസാരിച്ചോണ്ടിരുന്നത്. നീ തങ്കമാണ്, നീ തങ്കം. അതങ്ങനെയല്ലേ, 5-6 കൊല്ലായില്ലേ ജോക്കി? പരുന്തുവാസിന്റെ മേലെ വേറൊരാള് വരുമോ ഇനി? അത് കട്ട് ചെയ്യുന്നുണ്ടോ ഇടക്കൊക്കെ? അപ്പം അതെ 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 അത് അത് സത്യം. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഞാൻ സംശയിക്കാനൊന്നും പോകുന്നില്ല. ഒരു ഡയലോഗ് കൂടെ കേട്ടോണ്ടായിരുന്നു ജോക്കി അതിനകത്ത്. ഒന്നും കൂടെ പറയാം. എടാ, നിനക്ക് മേലെ ഞാനായിരുന്നു പറയട്ടെ, ഉണ്ടാക്കിയ അപ്പനെ കൊണ്ട് പോലും പറ്റിയിട്ടില്ല, പിന്നല്ലേ? പക്ഷെ അപ്പൻ ആരാണെന്ന് എനിക്ക് അറിയത്തുമില്ല. ₹780 received on phone pay. അച്ഛനെ അറിയാത്തോണ്ടല്ലേ ജോക്കി? ഒരു വിധത്തിൽ എന്നെ അച്ഛൻ കളഞ്ഞത് നന്നായി ജോക്കി. അല്ലെങ്കിൽ എനിക്ക് ജോക്കിയെ കിട്ടുമായിരുന്നു. പിന്നെ എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എടാ, നീ ആ ഡീൽ ചെയ്തതുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഡീൽ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു PA സെലക്ട് ചെയ്യാൻ വരെ വരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, മറ്റേ മഹാമേള എങ്ങ് വെച്ചാലോ? മഹാമേള വെക്കാം. ഒഴുകട്ടെ. ഓരോരുത്തരെയും നീയും ഞാനും നമുക്ക് രണ്ടുപേരെ കൂടെ വിളിക്കാം, ഇന്റർവ്യൂ ചെയ്യട്ടെ. വിളിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കുറെ നാളായില്ലേ നമ്മുടെ പിള്ളേർ സെറ്റിനെ എല്ലാം ഒന്ന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. മൊത്തം പിള്ളേരെ വിളിക്കാം, എന്നിട്ട് സിറ്റിയിലെ PA ഇന്റർവ്യൂ വെക്കാം. അവരും ചോദിക്കട്ടെ, അപ്പൊ അവർക്ക് ഇന്ററാക്ട് ചെയ്യാം, കുറെ ഐഡിയാസ് കിട്ടും. നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ഈ ഓഡിയൻസിന്റെ അവിടെ നമ്മുടെ പിള്ളേരെ ഇരുത്താം. ഈ PA എന്ന് പറയുന്ന ആളെ സ്റ്റേജിൽ കയറ്റാം. പിള്ളേരെ എന്നിട്ട് ചോദിക്കട്ടെ. സത്യം. ഒരു ജോക്കി ബിസിനസ് കോൾ ആണ്. ബിസിനസ് കോൾ. ഹലോ, നിങ്ങൾ ഇത് കണ്ടോ? This is Yasmin from Mistress. 24 മണിക്കൂറും ബിസിനസ് നമുക്ക് കേക്ക് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ when is your availability? ഇന്ന് തന്നെ വേണോ? ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരന്റെ അടുത്തൂടെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പൊ വിളിച്ച് പറയാം. Jogi, that was an important business call. I got a call from Mr. KK. tell me, man. And പുള്ളിക്കാരനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുന്നത്. ഇപ്പൊ പോണോ നമുക്ക്? ഇപ്പൊ പോവാൻ എനിക്ക് സമയമില്ലായിരുന്നു ജോക്കി. നാളെയാണല്ലോ നമ്മുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ആണോ? എന്നാ നാളെ എന്തായാലും കാണാൻ വരുന്നുണ്ട്, അന്നേരം പറയാം. നാളെ വരാന്ന് പറയാം. ഓക്കെ. ഇന്നുണ്ടല്ലോ എന്താന്ന് പറയോ, സ്നൈപ്പും അവരെല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അമ്മാരൊക്കെ ഹായ് ജാസ്മിൻ റൈറ്റ്? ഓർ യാസ്മിൻ? യാസ്മിൻ ആക്ച്വലി നമ്മൾക്ക് ഇന്നാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ KK ആയിട്ടൊരു മീറ്റിംഗ് നാളെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. സോ KKക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Okay, I'll ask KK and try to postpone it to tomorrow. Yeah, please.
അതെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഓക്കെ താങ്ക് യു. കേക്ക് offended താങ്ക് യു ആവുന്നുണ്ടോ? യാസ്മിൻ. ജോക്കി മറ്റേ യാസ്മിനാണ് വിളിച്ചത്, ജോക്കി പറഞ്ഞില്ല മറ്റേ കൊച്ചെ. Man, call him Yasu, man. Yasu. എന്നിട്ട് യാസു എന്താണ് പറഞ്ഞത്? നാളത്തേക്ക് ഫിക്സ് അല്ലേ വാസു? ഈ യാസ്മിനെ നമ്മുടെ ടി വിക്കകത്തുള്ള ആരുടെയോ ഗേൾഫ്രണ്ട് ആണ് കേട്ടോ. അത് വാസു നമ്മളിപ്പോ ഈ അണ്ടി നിന്നാ പോരെ, തോട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ജോക്കി അത് നോക്കണം. പിന്നെ നമ്മുടെ അല്ല, നീ പറയുവാണെങ്കിൽ നമുക്ക് തോന്നുന്നു നിനക്ക് ഇപ്പൊ ജുഗുരുവിനെ വിളിച്ചിട്ട് അത് ഡീൽ ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് ഡീൽ ചെയ്യാം. ബ്രേക്കപ്പ് ചെയ്യിപ്പിക്കണോ? ബ്രേക്കപ്പ് ചെയ്യിക്കാം. എടാ നീ പറഞ്ഞ അതൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഒരു കൊന്നു കളയണോ? വേണ്ട 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 ജോക്കി, വേണ്ട വേണ്ട. അല്ല, നാളത്തേക്ക് ഫിക്സ്ഡ് അല്ലേ? എടാ ചന്ദ്ര, നാളത്തേക്ക് എന്തുപറ്റിയെടാ? ഫിക്സ്ഡ് അല്ലേ? ജോലിയുടെ കാര്യം. ആ ജോലി കൊടുത്തോ നീ? ഇല്ല 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 അമ്മേന്റെ അല്ല ഞാൻ ഞാനല്ലേ കൊടുക്കണ്ടേ? അല്ല അല്ല എന്നോട് ജോലി കിട്ടിയോന്ന് ചോദിച്ചതാ. എടാ വാസു അത് നാളെ എത്ര മണിക്കാണ് ഫിക്സ് ആക്കിയേക്കുന്നത്? 10:15 മീറ്റിംഗ് ഷെഡ്യൂൾഡ് ആണ്. ചന്ദ്ര എന്തേലും ഗ്യാങ്ങിന് വേണ്ടി ചെയ് ചന്ദ്ര, മുണങ്ങ. ഇവിടെ നമ്മള് കേക്ക് അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല. ദേവദാസ് സോറി ദർശന, നമ്മള് ചന്ദ്രനെ ഞാനിങ്ങനെ പറയും ചന്ദ്രൻ കുമ്പനാണ് ഗ്യാങ്ങിലെ, പക്ഷെ ഗ്യാങ്ങിന്റെ എല്ലാം അവനാണ്. ഒന്നും വിചാരിക്കില്ല, ഞാൻ കുറച്ച് അധികം ഫ്രീഡം എടുക്കും. കൊഴപ്പില്ല. അപ്പൊ ഇറങ്ങിക്കോ ആദ്യം ഇറങ്ങിക്കോ. ഇല്ലല്ല ഇറങ്ങി അങ്ങനെ പുറകിലോട്ടാണ്. ക്ലാസ് ഇറങ്ങിക്കോ. എങ്ങനെ ഇറങ്ങുന്ന വീഡിയോ ഓടി. സൂപ്പർ, നൈസ് നൈസ്. ഒരു കഴിവില്ലല്ലേ, ഏണി ഇറങ്ങാൻ പോലും അറിഞ്ഞൂടല്ലേ? നമ്മളിങ്ങനെ ദർശന വണ്ടി കയറും മോളെ, വണ്ടി കയറും. ചാടി ശീലമാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. നോക്കിട്ട് പോവാ ചന്ദ്രു. ഇതൊക്കെ ഒരു കഴിവ് കൊടുക്കാൻ വളം പഠിച്ച ആദ്യമായിട്ട് കാണാൻ. പക്ഷെ വാസു പറഞ്ഞു നോക്കി. കേക്ക് അടുത്തൊക്കെ ഇംഗ്ലീഷിലെ ഡീൽ ചെയ്യുന്നേ നീ യാസ്മിന്റെ അടുത്തൊക്കെ. പിന്നെ ജോക്കി ഞാനിപ്പോ ഗ്രാമർ ക്ലാസ്സിന് പോകുന്നുണ്ട്. എടാ ഞാൻ കാര്യം സോ ഐ ആം സോ പ്രൗഡ് മാൻ. താങ്ക് യു സോ മച്ച്. ഒരു പൊൺപിള്ള തൂക്കിട്ട് പറ എന്താണ് കേളുങ്ങ. എന്തിനാണ് ഇത് ഇങ്ങനെ തൂക്കി? എടാ ചന്ദ്ര നീ കോച്ചിനെ എടുക്കുക, എന്നിട്ട് ദർശന താഴെ ഇട്, ദർശന താഴെ ഇട്, കോച്ചിനെ എടുക്കും. മറ്റേ വിഷയമാണ്. പിന്നെ റബേക്കനെ അറിയാമോ? മെനിങ്ങാൻ ഇവൻ ഗാംഗോസി റബേക്കയായിട്ട് ഇവൻ കയറിയപ്പോ പക്ഷെ അത് വേറൊരു പരിപാടിക്കായിരുന്നു. ഇവനെല്ലാരും റബേക്ക അറിയാം. റബേക്ക is like Vasu's old friend, my old friend, everyone's old friend. എന്താ കേട്ടില്ല? അത് കേക്കയുടെ എന്തോ ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ വേണ്ടി. റബേക്ക ഗ്യാങ്സിൽ കൊണ്ടുവന്ന കാര്യം ഞാൻ ജോക്കിയുടെ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോടാ. എന്താ ദർശന ചോദിച്ചേ? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ. ബെസ്റ്റിയാണോ അതോ ഫ്രണ്ടാണോ എന്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. നമ്മുടെ ഗാങ്ങിലെ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ വിളിക്കാൻ ദർശന. ടുമോറോ വിൽ സീ മാൻ. അയ്യോ മിസ്സായി. അയ്യോ എന്റെ മോതിരം. അയ്യോ മിസ്സായി. സീറ്റ് ബെൽറ്റ് എനിക്ക് വിലപ്പെട്ടൊരു അല്ല ഞാൻ അങ്ങോട്ട് പോവാ പലട്ടോട്ട്. ഹലോ നീ പോവല്ലേ? അതെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോവാം. ഇവിടെ എന്തിനാ ഇറങ്ങണം ജോക്കി? വഴിയില്